സ്വരങ്ങളെ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ്ലീഹ പറയാണ്, കൊരിന്തോസ്യർക്ക് കത്തെഴുതും പറയും, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈശോ തന്നെ പറഞ്ഞാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകും. പൗലോസ്ലീഹ പറയാണ്, പുത്രൻ എവിടെയുണ്ടോ, കർത്താവ് എവിടെയുണ്ടോ, കർത്താവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ, മിനിസ്ട്രി ചെയ്യാൻ, ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ, നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച കാര്യം, സമൂഹം ഏൽപ്പിച്ച കാര്യം ഏറ്റവും അനുഗ്രഹമായിട്ട് പൂർത്തിയാക്കാൻ ഈ ഒരു സഹായകന്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക. വലതുവരത്തി പറയാം ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ മിനിസ്ട്രിയിലൊക്കെ നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഇടവകയിലോ പ്രാർത്ഥന കൂട്ടായ്മയിലോ ചെയ്യുന്നവരുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതുപോലെയല്ല. ഇതിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് ഞാനാണ്, ആദ്യം കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ, എൻ്റെ മനസ്സിൽ കൂടി ഇത് ആദ്യം പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനിത് എന്നോട് തന്നെ പറയണം, അച്ഛോ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം അച്ഛൻ ആരിലൂടെ തുടങ്ങണം, അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നാലും ഒന്നും കൂടെ പരിശുദ്ധാത്മാവിൽ തുടങ്ങി പരിശുദ്ധാത്മാവിൽ തുടർന്ന് പരിശുദ്ധാത്മാവിൽ പൂർത്തിയാക്കിയാൽ സൂപ്പർ. കർത്താവിന് സ്വീകാര്യമായ ഒരു മത്സരമാകും നമ്മുടെ എല്ലാ ജീവിതം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കെല്ലാം നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നന്നായിട്ട് ചെയ്യാനല്ല കർത്താവ് വിളിച്ചേക്കുന്നത്. 2026 കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനല്ല കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം. ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായ സഹായകനെ കൂട്ടുവേണം. ആരെ? നല്ല ഉറക്കെ പറ, ആരെ? പരിശുദ്ധാത്മാവിനെ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ചെയ്യുന്ന എല്ലാ പ്രവൃത്തി, ഒരു പേപ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യട്ടെ, ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കാവട്ടെ, എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവോട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. എല്ലാം നമ്മുടെ സ്വഭാവ രീതികൾ മാറാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഒരു 10, 20 തവണ, 30 തവണ, 40 തവണയൊക്കെ കുമ്പസാരിച്ചാണ്. എന്നിട്ടും ചില ദുശീലങ്ങൾ മാറുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നവീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. എല്ലാം പുതുതാക്കി മാറ്റും.